ഈ വീഡിയോയിൽ നമ്മൾ അമേരിക്കയിൽ ഇപ്പം ഓൾറെഡി തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഹൈ ടോപ്പിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ ഓരോ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ ട്രംപ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ഈ ഗ്രീൻലാൻഡിനെ അമേരിക്കയോട് ചേർക്കുക എന്നുള്ളൊരു പ്രഖ്യാപനമാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ട്രംപിന്റെ മകൻ ഉടനെ തന്നെ അവിടെ പ്രൈവറ്റ് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയി അവിടെ ലാൻഡ് ചെയ്യും. അവിടെ മൊത്തത്തിൽ തന്നെ ഒരു 56,000 ഏതാണ്ട് 60,000 പോപ്പുലേഷനെ അവിടെ ഉള്ളൂ. ഏത് ഈ ഒരു ഗ്രീൻലാൻഡിൽ നമ്മളിപ്പോൾ ഈ ഗ്രീൻലാൻഡിനെ മാപ്പ് വൈസ് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യയുടെ 2 ഭാഗമായിട്ട് വരും. അത്ര വലുപ്പം അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇന്ത്യയെക്കാളും ചെറുതാണ് ഗ്രീൻലാൻഡ്, അതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതുപോലെ തന്നെ ഈ ഗ്രീൻലാൻഡുമായിട്ട് എന്താണ് ഉദ്ദേശം വെക്കുന്നത് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഡീപ് സ്റ്റേറ്റ് വേണമെങ്കിൽ പറയാം. അമേരിക്കയുടെ ഫ്യൂച്ചർ പ്ലാനിംഗ് ആയിട്ടാണ് ഗ്രീൻലാൻഡിനെ കാണുന്നത്. ഈ ഗ്രീൻലാൻഡ് അതുകൊണ്ട് തന്നെയാണ് കാനഡയും കൂടെ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷെ കാനഡയിൽ ഒരു മിലിറ്ററി ഫോഴ്സോ അമ്മാതിരിയുള്ള കാര്യങ്ങളൊന്നും അമേരിക്ക അങ്ങനെ ഇടപെടത്തില്ല. മറിച്ച് കാനഡയുമായിട്ട് കുറച്ച് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായിട്ട് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാനഡയുടെ ഗ്രീൻലാൻഡിന്റെ ഭാഗത്തോട്ട് കിടക്കുന്ന ആ ഒരു സൈഡിൽ കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ അമേരിക്കയ്ക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ നീക്കമാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഒരുപാട് പൊളിറ്റിക്കൽ അനാലിസിസിന്റെ റിപ്പോർട്ട്സ് ഒക്കെ നമ്മളെടുത്ത് വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അമേരിക്ക ഒരു ബദൽ ട്രേഡ് റൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഒരു 2-3 പ്രാവശ്യമായിട്ട് റഷ്യ ഈ ഒരു ആർട്ടിക് റീജിയനിലുള്ള ഐസ്ബർഗുകളെയൊക്കെ ക്രാക്ക് ചെയ്തുകൊണ്ട് അതിലെ ഒരു യാത്ര നടത്തുകയുണ്ടായി. ഇതൊരു 2-3 പ്രാവശ്യമായിട്ട് റഷ്യ ഇത് തുടരെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ആർട്ടിക് മേഖലയിൽ ഒരു ഡോമിനേഷൻ കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അറിയാമല്ലോ, ഈ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബോർഡർ പലർക്കും അറിയത്തില്ലായിരിക്കും. അത് അലാസ്ക എന്ന് പറഞ്ഞ ആ ഒരു റീജിയനിലാണ് ഈ റഷ്യയുടെയും US-ന്റെയും ബോർഡർ വരുന്നത്. അവിടെ ഒരു റഷ്യയ്ക്കും US-നും ബോർഡർ ഉണ്ട് അവിടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ അത് പലർക്കും ചിലപ്പോൾ അത് മനസ്സിലാവത്തില്ല. നോക്കുമ്പോഴത്തേക്ക് മാപ്പ് നോക്കുമ്പോഴേ അമേരിക്ക ഈ ഭാഗത്ത് കിടക്കുന്നു, റഷ്യ ഇങ്ങറ്റത്ത് കിടക്കുന്നു. അപ്പൊ രണ്ടുപേർക്കും ബന്ധമില്ലാന്ന് വിചാരിക്കരുത്. ഇത് ഗ്ലോബാണ്, അങ്ങനെ വെച്ച് നോക്കുക. ഇത് രണ്ടിനെയും ജോയിൻ ചെയ്യിപ്പിച്ച് നോക്കുമ്പോഴത്തേക്ക് അതർ സൈഡിൽ പസഫിക്കില് ആർട്ടിക് റീജിയനിൽ ഇതേപോലെ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ബോർഡർ വരുന്നതാണ്. അവിടെ അലാസ്ക എന്ന് പറഞ്ഞത് പണ്ട് റഷ്യയുടെ ഭാഗമായിട്ടിരുന്നതാണ്. പിന്നീടാണ് അമേരിക്ക അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്, അമേരിക്കയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത് റഷ്യ. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പൊ എന്നാൽ ഈ ഒരു ആർട്ടിക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ലോലി ഈ ആഗോള താപനില അനുസരിച്ച് അവിടെയുള്ള ഐസ്ബർഗുകളൊക്കെ ഗ്ലേഷ്യേഴ്സ് ഒക്കെ ഉരി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് ഈ ഒരു നൂറ്റാണ്ടിൽ, അതായത് ഈ ഒരു 2100 തന്നെ ഒരു മെജോറിറ്റി പോർഷൻ ആർട്ടിക് റീജിയനിൽ ഐസ് ഒക്കെ ഉരുവിത്തീരും എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ എല്ലാം ഉരുവിത്തീരും എന്നല്ല, ഒരു പരിധി വരെ അവിടെ മനുഷ്യന് പോയി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഇതേപോലെ ലാൻഡുകൾ രൂപപ്പെടും, വലിയ രീതിയിലുള്ള ലാൻഡുകൾ രൂപപ്പെടും എന്നാണ് റിസർച്ച് ഒക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ലാൻഡ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് റൂട്ടാണ്. ഈ ട്രേഡ് റൂട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് പോളാർ റീജിയനിലാണ് ഇത് കൂടുതലായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് റൂട്ട് യാത്ര വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ മധ്യരേഖ, ഭൂമധ്യരേഖ എന്ന് പറയുന്ന ആ ഒരു രേഖയുടെ അടുത്തായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ട്രാവൽ ഡിസ്റ്റൻസ് കൂടുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി ഈ പോളാർ റീജിയനിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് യാത്ര കുറച്ച് കുറയും. അപ്പൊ ഡിസ്റ്റൻസ് കുറച്ച് കുറവാണ്. പിന്നെ അതും പോരാഞ്ഞിട്ട് ഈ ഒരു ഗ്രീൻലാൻഡിനെ എടുത്തു കഴിഞ്ഞാൽ ഗ്രീൻലാൻഡിനും അമേരിക്കയ്ക്കുമുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻലാൻഡിനെ അവകാശം പറയുന്ന ഡെൻമാർക്കിനുമുള്ള ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ ഡെൻമാർക്കും ഗ്രീൻലാൻഡിനുള്ള ദൂരം വളരെ കൂടുതലാണ്. പക്ഷെ ഗ്രീൻലാൻഡിനും അമേരിക്കയ്ക്കുമുള്ള ദൂരം അതിനേക്കാളും വളരെ കുറവാണ്. അപ്പം ട്രംപ് വളരെ തമാശയായിട്ടാണ് പറയുന്നത് എന്നുള്ള നിലയിൽ പലരും വിചാരിക്കുന്നെങ്കിലും തമാശയായിട്ടുള്ള കാര്യമല്ല. ട്രംപ് വളരെ സീരിയസ് ആയിട്ടാണ് ഇത് കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പുറകില് ഒരു അമേരിക്കൻ ലോബി ഇതിനു വേണ്ടി തന്നെ കളിക്കുന്നുണ്ട്. അവര് ഈ വരുന്ന, അതായത് ഗവൺമെന്റ് ഇതുവരെ ആയിട്ടില്ല, ആ ഗവൺമെന്റ് പൊസിഷനിൽ വരുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു അജണ്ട സെറ്റ് ചെയ്യാണ്. അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് തന്നെയായിരിക്കും ചൂടേറിയ ചർച്ച. ഇതുകൊണ്ട് നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു 20 ഇയേഴ്സിനുള്ളിൽ ആർട്ടിക് റീജിയനിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡിംഗ് റോൾ വഹിക്കാനുള്ള ഒരു ഏരിയയാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഗ്രീൻലാൻഡ്. ഈ ഗ്രീൻലാൻഡിലുള്ള ജനങ്ങൾക്കും ഏതാണ്ട് അമേരിക്കയോട് കൂടെ ചേരാൻ തന്നെയാണ് താല്പര്യം. ഈ ഗ്രീൻലാൻഡിന് ഏതാണ്ട് അമേരിക്ക പണ്ട് തന്നെ, അതായത് ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് 100 ബില്യൺ കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. ഒരു 100 ബില്യൺ കൊടുത്തിട്ട് ഇതങ്ങ് എടുക്കാന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 60,000 പോപ്പുലേഷൻ ആണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ സെലക്റ്റീവായിട്ട് നല്ല രീതിയിൽ ഒരു $1 ബില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രീൻലാൻഡ് ജനങ്ങൾ ഇങ്ങോട്ട് പുല്ലുപോലെ പോരും എന്നുള്ളതാണ്. അതും വെറുതെ പോരുന്നല്ല, അവരൊക്കെ റിച്ച് ആയിട്ട് നല്ല രീതിയിൽ അവരുടെ എക്കണോമിക് വെൽത്ത് ഉയർന്ന്, കാരണം ഈ അമേരിക്ക കൊടുക്കുന്ന പൈസയിൽ നിന്നേ ആ രീതിയിലുള്ള വെൽത്തുമായിട്ടായിരിക്കും അവർ അമേരിക്കയിലോട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവർക്കും അമേരിക്കയിലോട്ട് ചേരാൻ തന്നെയാണ് താല്പര്യം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
പിന്നെ ഈ ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കെതിരെ ഒരു സൈനിക നടപടിയിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് അത്ര ചില്ലറ കാര്യമോ എളുപ്പകാര്യമൊന്നുമല്ല. കാരണം ഡെൻമാർക്ക് ആർമിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നം മാത്രമാണ്. ഡെൻമാർക്ക് ഇന്ന് ഇതാ പെട്ടെന്ന് തന്നെ 1.2 ബില്യൺ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഡിഫൻസ് ബഡ്ജറ്റ്. അതുപോലെ തന്നെ ഡെൻമാർക്ക് പല രീതിയിലുള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻസ്, ഒരു ട്രാൻസ്പോർട്ട്, ഒരു ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷൻസ് ഇപ്പൊ തന്നെ ഗ്രീൻലാൻഡുമായിട്ട് ഇതാ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാണ്. കാരണം അപ്പൊ ഇത്രയും നാൾ ഉറങ്ങിക്കിടന്ന ഡെൻമാർക്ക് ഇപ്പൊ ട്രംപിന്റെ ഒരു ഒറ്റ പ്രഖ്യാപനത്തിൽ ഇതാ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഇത് വേറെ ഒന്നുമില്ല, ഇതൊരു റൗണ്ട് ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും ഗ്രീൻലാൻഡിനെ അമേരിക്ക എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ട്രംപ് വളരെ ശക്തമായി തന്നെ അതിലോട്ട് മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് കാനഡ എന്തിനാണ് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ, ഈ ഗ്രീൻലാൻഡിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കുറെ കനേഡിയൻ പ്രദേശങ്ങളുണ്ട്, അവിടെയും കുറച്ച് ദ്വീപുകളുണ്ട്. ഈ കാനഡയുടെ മാപ്പ് എടുത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാനത് ഇവിടെ കാണിക്കാം. അതിൽ ഈ ഭാഗങ്ങൾ കണ്ടോ, ഈ ഗ്രീൻലാൻഡിന്റെ ഈ ഭാഗത്ത് കിടക്കുന്ന ചെറിയ ദ്വീപുകളായിട്ടുള്ളതിൽ ഈ ഒരു പോർഷൻ കാനഡയ്ക്കും ബന്ധപ്പെട്ട പോർഷൻസ് അവിടെ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ക്ലോസർ പ്രോക്സിമിറ്റി ആണ് ഗ്രീൻലാൻഡിന്. അപ്പൊ അതുകൊണ്ട് അത് അമേരിക്കയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു കാനഡയുടെ ഈ ഒരു ഭാഗം അത് ലക്ഷ്യം വെക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് കാനഡ കൊടുക്കാൻ തന്നെയാണ് സാധ്യത. അവിടെ കാനഡയ്ക്ക് അത്ര വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റും താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. കാരണം അറിയാലോ, ആ ഭാഗങ്ങളിലെല്ലാം ഐസാണ്. അപ്പൊ തൽക്കാലം ഈ അമേരിക്കയുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളികൾ അറിയാവുന്ന ആൾക്കാർ ഒരു പക്ഷേ അതിൽ നെഗോഷിയേറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ കാനഡ അത് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇത്രമാത്രം ടാക്സ് ഇമ്പോസ് ചെയ്തുകൊണ്ട് ഒരു പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ കാനഡയ്ക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലാണ് കാനഡയെ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പൊ അതായത് അമേരിക്ക എയിം വെക്കുന്നത് ഗ്രീൻലാൻഡ് ആണ്. അമേരിക്ക ഗ്രീൻലാൻഡിന് എയിം വെക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന്റെ കൂടെ കുറെ ചില്ലറകളൊക്കെ പോയതെങ്കിൽ പോരട്ടെ എന്നുള്ള നിലയിലാണ് കാനഡ, മെക്സിക്കോ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ചെറിയൊരു ഭീഷണിയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. കാനഡയിലും ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ വിലയിരുത്തണം. പിന്നെ ഈ കാനഡയെ അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ മൊത്ത തീവ്രവാദികൾ സംഘമാണ് അവിടെ കൂടുതൽ തമ്പടിച്ചിരിക്കുന്നത്. അവിടെ കാനഡയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വെറുതെ പറഞ്ഞു പോകാൻ പറ്റുന്ന പ്രവർത്തനങ്ങളല്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ലോകത്തുള്ള എല്ലാ തീവ്രവാദികളും തമ്പടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവർക്കൊക്കെ ഹെഡ് ഓഫീസ് ഉള്ള സ്ഥലമാണ് കാനഡ. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് കാനഡയെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പരിധി വരെ പറയാൻ പോയി കഴിഞ്ഞാൽ അതൊരു തലവേനയായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട് US-ന്. റഷ്യ ഈ ഒരു ഗ്രീൻലാൻഡിന്റെ ഒരു ഒപ്പീനിയനുമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. റഷ്യ പറഞ്ഞിരിക്കുന്നത് അവർ ക്ലോസ് ഐയുമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വളരെ ഡീപ്പായിട്ട് അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനം ഏത് ലെവൽ വരെ ഏത് രീതിയിൽ പോകും എന്നുള്ളതിനെ കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷമായിരിക്കും അവർ പറയുന്നത്. അതിലിപ്പോ ഒന്നും പറയാനില്ല. ട്രംപും പുടിനും തമ്മിൽ നല്ല രീതിയിലുള്ള കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും ഉക്രൈനെ അങ്ങ് എടുത്തോന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻലാൻഡിനെ അങ്ങ് എടുത്തോന്ന് പറഞ്ഞിട്ട് പുടിനും കൂടെ പറയും. ആ രീതിയാണ് അവരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോ ഉക്രൈൻ റഷ്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉക്രൈൻ ചില നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്നലെ 2 നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉക്രൈൻ ഇങ്ങനെ ആളുകളെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും റഷ്യ കൃത്യമായിട്ട് സ്ഥലങ്ങളാണ് പിടിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് റഷ്യ സ്ഥലം പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു മാപ്പ് ഡിസ്പ്ലേ ചെയ്യാം. ഇതിനകത്ത് 4 പോർഷൻസ് ആയിട്ടാണ് ഈ മാപ്പ് വരുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ. ഇത് 2022 റഷ്യയുടെ ആ ഒരു എൻക്രോച്ച് കയറി പിടിച്ച സ്ഥലങ്ങൾ ഉക്രൈൻ്റെതും, അതുപോലെ തന്നെ ഈ ക്രീമിയയൊക്കെ പിടിച്ചത് പണ്ടാണ്. മനസ്സിലായല്ലോ. ക്രീമിയ പിടിച്ച റഷ്യ അതിനുശേഷം എത്രമാത്രം സ്ഥലങ്ങൾ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആ ഒരു മാപ്പ് ഒന്ന് നോക്കിക്കോ, അതിന്റെ ഡെവലപ്മെന്റ്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത്. ആ രീതിയിലാണ് റഷ്യ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഉക്രൈൻ പറയുന്നത് ഏതാണ്ട് 4000 നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ പിടിച്ചിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ എന്നിരുന്നാലും അവിടെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് ഏറ്റവും കൂടുതൽ റഷ്യയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഉക്രൈൻ ഏത് രീതിയിലാണ് ഇത് കാണുന്നത് പറഞ്ഞാൽ ഉക്രൈൻ ഇങ്ങനെ ഈ നോർത്ത് കൊറിയൻ സോൾജേഴ്സിനെ പോയി പിടിച്ചിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ വെച്ചിരിക്കുന്ന മാപ്പിൽ വളരെ ക്ലിയർ ആണ്, വ്യക്തമായി ഈ ഉക്രൈന്റെ വാറ് ശരിക്കും പറഞ്ഞാൽ കേസ്ക് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിൽ തന്നെ കിടന്ന് എഴയുന്ന ഒരു അവസ്ഥയാണ്. ഈ കേസ്ക് മേഖലയിൽ ഇന്നലെയും ഉക്രൈൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ റഷ്യ വേറെ ഭാഗങ്ങളൊക്കെ കയറി പിടിക്കുകയാണ്. അവിടെ ഒന്നും ഉക്രൈൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോ, ക്രീമിയയുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന ആ ഒരു സിറ്റികളെല്ലാം തന്നെ വില്ലേജസ് ഒക്കെ റഷ്യ ക്യാപ്ചർ ചെയ്യാണ്. ഈ ക്രീമിയയുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന ആ ഒരു സിറ്റിയിൽ അതിന്റെ അടുത്ത് തന്നെ ഏതാണ്ട് പോക്രസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. ഒരു പ്രൊനൗൺസിയേഷൻ ഒക്കെ നിങ്ങൾ റഷ്യൻ ഭാഷ അറിയാവുന്നവർക്ക് അത് മനസ്സിലാവുമായിരിക്കും. ഈ പോക്രസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് റഷ്യ 2 വില്ലേജുകൾ കയറി പിടിച്ചിട്ടുണ്ട് അധികമായിട്ട്. അപ്പൊ ഇങ്ങനെ റഷ്യ നിരന്തരം അവരുടെ ആക്രമണം കൂട്ടി ഇങ്ങനെ ആളെ കൊല്ലുക അല്ലെങ്കിൽ ബോംബിട്ട് കുറച്ച് സ്ഥലങ്ങൾ തകർക്കുക, കുറച്ച് മനുഷ്യരെ കൊല്ലുക എന്നുള്ളതിലുപരിയായിട്ട് റഷ്യ വളരെ കൃത്യമായിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്. അവർ സ്ഥലം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് 2024 ആ ഒരു മാപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. എത്രമാത്രം സ്ഥലമാണ് ഉക്രൈൻ്റെത് റഷ്യ കയറി പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വിജയമോ തോൽവിയോ എന്നുള്ളതിലുപരിയായിട്ട് റഷ്യ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ചില സാഹചര്യങ്ങളിൽ റഷ്യൻ സോൾജേഴ്സിന് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉക്രൈൻ ചില ഡ്രോൺ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില സക്സസീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്.
ഇല്ലാന്നില്ല. പക്ഷെ എന്നാലും ഓവറാൾ നോക്കുമ്പോഴത്തേക്കും ഈ യുദ്ധത്തിൽ ലാഭം റഷ്യക്കാണ്. അത് തന്നെയാണ് പറയുന്നത്. അതുപോലെ സെപ്പറോസ്കിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് റഷ്യ ഷെല്ലാക്രമണം നടത്തി ഏതാണ്ട് 13 പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സെപ്പറോസ്കിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഇതുപോലത്തെ ആക്രമണങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. റഷ്യ, ഞാൻ പറഞ്ഞ ഈ ഒരു പോക്രോസ് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിൽ ഇന്നലെ 139 അറ്റാക്കുകളാണ് ഇന്നലെ നടത്തിയത്. ആ ഭാഗത്ത് ഇത്ര കാഷ്വാലിറ്റീസ് ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു മേഖലയിൽ 139 അറ്റാക്കുകൾ നടക്കുകയും 24 മണിക്കൂർ അവിടെ സർവൈലൻസിൽ ഇരുന്ന് ആ 2 ഗ്രാമങ്ങൾ ഒഴിപ്പിച്ച് അതിനെ ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഇരുന്ന ഒരു ഡെഡിക്കേറ്റീവ് ഓപ്പറേഷൻ ആയിട്ടാണ് റഷ്യ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ തൽക്കാലം ഈ വീഡിയോയിൽ അമേരിക്കയുടെ ഒരു അജണ്ട അതാണ് മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഗ്രീൻലാൻഡ് പിടിക്കുന്നതിലൂടെ ഇവർക്കൊരു ട്രേഡ് റൂട്ട് അതിനകത്ത് ക്രിയേറ്റ് ആവും. കൃത്യമായിട്ട് നിങ്ങൾ നോക്കൂ, ഈ ഒരു ട്രേഡ് റൂട്ട് വന്നു കഴിഞ്ഞാൽ ഈ ട്രേഡ് റൂട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് റഷ്യക്ക് ഒരു വെല്ലുവിളി ഉയർത്തും, ചൈനയ്ക്ക് അതിനേക്കാൾ ഒരു വെല്ലുവിളി ഉയർത്തും. പക്ഷെ അതേപോലെ തന്നെ US ഏറ്റവും എളുപ്പത്തിൽ എന്ന രീതിയിലുള്ള ട്രേഡ് റൂട്ട് അതാണ്. കുറഞ്ഞ ടൈം ലൈനിൽ ആരുടെയും ശല്യമില്ലാണ്ട് ഏതാണ്ട് 1-2 രാജ്യങ്ങൾ മാത്രമേ അതിന്റെ ഇടയ്ക്കുള്ളൂ. അതുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ ആ ഒരു ട്രേഡ് റൂട്ട് അമേരിക്കയ്ക്ക് 20 വർഷത്തിനുള്ളിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മെഗാ എന്ന് പറഞ്ഞ ആ ഒരു സ്ലോഗൻ കൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ത് പറഞ്ഞാല് US ഉള്ളിൽ ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, ഒരുപാട് പ്രോഡക്റ്റുകൾ US ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുക, അതിലൂടെ അമേരിക്കക്കാരുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്പർ 1. അപ്പൊ ആ രീതിയിൽ ഇവരുടെ എക്സ്പോർട്ട് യൂറോപ്പിലേക്ക് വളരെ ഈസി ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രീൻലാൻഡിനെ എടുക്കുന്നതും. അതിലൂടെ ഒരു ആർട്ടിക് ട്രേഡ് റൂട്ട്, ബദൽ റൂട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ ഒരു ഹൂത്തികളുടെയോ റെഡ് സീയുടെയോ ഇമാതിരിയുള്ള കോലാഹലങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഈ ശല്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാവാമെന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. ഇതൊരു എക്സലന്റ് പ്ലാൻ ആണ്. ഇത് ഹൈപ്പോത്തസിസ് അല്ല, ഇത് അമേരിക്കയിൽ ഇൻസൈഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യം. അല്ലാതെ അവിടെ കുറച്ച് എണ്ണ കിട്ടുന്നെന്നോ, അല്ലെങ്കിൽ അവിടെ കുറച്ച് ക്രൂഡ് കിട്ടുന്നെന്നോ, അല്ലെങ്കിൽ അവിടെ കുറച്ച് റെയർ എർത്ത് മെറ്റീരിയൽസ് ഉണ്ടെന്നോ അങ്ങനെയുള്ളത് മാത്രമല്ല. അതൊക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബോണസ് ആണ്, അല്ലാതെ അതല്ല പ്രധാന വിഷയം. പ്രധാന വിഷയം അടുത്ത 20 വർഷത്തേക്ക് അമേരിക്ക ഇട്ടിരിക്കുന്ന ഒരു പ്ലാൻ ആണ്. അത് ഗ്രാജുവലി ഒരു 20 വർഷം കൊണ്ട് അമേരിക്ക നേടിയെടുക്കും. രാജ്യത്തിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ചായിരിക്കും അമേരിക്ക എപ്പോഴും മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇന്ത്യയുമായിട്ടും അമേരിക്ക ഒരുപാട് നാൾ ഇങ്ങനെ നല്ല രീതിയിലുള്ള ക്ലോസ് ടൈപ്പ് വെച്ചിട്ട് എല്ലാ കാലത്തേക്കും നമുക്ക് കൂടുതൽ അങ്ങ് വളരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി തരുമെന്ന് വിചാരിക്കരുത്. അതൊക്കെ മണ്ടത്തരമാണ്. അങ്ങനെയൊന്നും നടക്കത്തില്ല. ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് എന്ത് ബെനിഫിറ്റ്, അമേരിക്ക മറ്റുള്ള സ്ഥലത്ത് നിന്ന് കിട്ടുന്നതിനേക്കാളും എത്ര ലാഭത്തിൽ ഇന്ത്യ എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ത്യക്ക് ഉള്ളിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അമേരിക്കയിൽ ഇൻസൈഡ് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്താൽ തന്നെ അത് പുറത്തുകൊണ്ട് വിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പുറത്തുകൊണ്ട് വിൽക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. ഏറ്റവും വലിയ മാർക്കറ്റാണ്. പുതിയ ഒരു ആർട്ടിക് ട്രേഡ് റൂട്ട് അമേരിക്കയുടെ ഇൻഡിപെൻഡന്റ് കപ്പാസിറ്റിയിൽ ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ട്രംപ് വെറുതെ പറയുന്നതല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയത്. ഇതിനിടയ്ക്ക് സെലൻസ്കി നല്ല രീതിയിലുള്ള എയ്ഡുകൾ മേടിച്ച് കൂട്ടുന്നുണ്ട്. ഇതൊക്കെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ പോകുന്നുണ്ടോ എന്നുള്ളത് ആര് നോക്കാനാണ് ഇവിടെ? ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഈ മുത്തശ്ശന്മാര് പേരക്കുട്ടികൾക്ക് പോക്കറ്റ് മണി കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു ബൈഡൻ സെലൻസ്കി വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് 500 മില്യൺ 400 മില്യൺ ഇങ്ങനെ മില്യൺ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഗ്രാജുവലി നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്കും കഴിഞ്ഞ ആഴ്ചയല്ലേ കൊടുത്തത്, പിന്നെ ഇതാ ഈ ആഴ്ചയും കൊടുക്കുന്ന ആ രീതിയിലുള്ള തോന്നലാണ് വരുന്നത്. കാരണം അത്ര ഫ്രീക്വന്റ് ആയിട്ട് ഈ പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം.